അതേസമയം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിനെതിരെ അക്കമിട്ട് ആരോപണങ്ങൾ നിരത്തി കെ.ടി. ജലീൽ രംഗത്തു വരുമ്പോഴും ഫിറോസിനെ പ്രതിരോധിക്കാൻ തയ്യാറാകാതെ ലീഗ് നേതാക്കൾ. ഫിറോസിന്റെ വരുമാനവും സ്വത്തും സംബന്ധിച്ച് ലീഗിലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. റിവേഴ്സ് ഹവാല മുതൽ ധോത്തി ചലഞ്ചിലെ വെട്ടിപ്പ് വരെയാണ് ഫിറോസിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് ഇത്തരത്തിൽ പാരമ്പര്യമായി യാതൊരു പൈസയുടെ അല്ലെങ്കിൽ സ്വത്തിന്റെ പിൻബലമില്ലാതെ വന്ന് വലിയ സമ്പന്നതയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരായി ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ബ്ലൂഫിൻ എന്ന് പറയുന്ന ട്രാവൽസ് കോഴിക്കോട് ലീഗ് ഹൗസിന് തൊട്ടടുത്ത് സംസം ഹോട്ടലിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നു. ബ്ലൂഫിൻ എന്ന പേരിൽ ഒരു വില്ല പ്രൊജക്റ്റും അദ്ദേഹത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വില്ല പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടാകണമെങ്കിൽ എത്ര കോടി രൂപ നിക്ഷേപമായിട്ട് വേണം ഒരാൾക്ക്. ഗൾഫിൽ ഇദ്ദേഹത്തിന് ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള ഒന്നല്ല, ഒന്നിലധികം ബിസിനസ്സുകൾ. പക്ഷെ അതിൽ ഒന്നിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഒരു ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന പേരിൽ, ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന പേരിൽ ദുബായിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്നു. ആ കമ്പനിയുടെ സെയിൽസ് മാനേജറാണത്രേ പി.കെ. ഫിറോസ്. കമ്പനിയുടെ സെയിൽസ് മാനേജർ. സെയിൽസ് മാനേജർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു മാസം 5.25 ലക്ഷം ഇന്ത്യൻ രൂപയാണ് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്, ശമ്പളമായിട്ട് ലഭിക്കുന്നത്. 5.25 ലക്ഷം ഇന്ത്യൻ രൂപ. അപ്പൊ ഇത് അന്വേഷിച്ചു പോയി നോക്കുമ്പോ ജോലിക്കാരൻ എന്നുള്ള നിലയിലല്ല അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇവിടെ സ്ഥിരമായിട്ടുള്ള അയാൾ ഒരു ജോലിയും ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന് പറയുന്ന കമ്പനിയിൽ പങ്കാളിയെ, അതിൽ ഷെയർ ഹോൾഡറാണ് ഇദ്ദേഹം. അപ്പൊ അദ്ദേഹം സെയിൽസ് മാനേജർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രേഖയാണ് ഇത്. UAE കാർഡാണ് ഇത്, വെറുതെ പറയുന്നതല്ല. എല്ലാം തരുന്നുണ്ട്, കോപ്പി തരുന്നുണ്ട്, എല്ലാവർക്കും ഇതിന്റെ കോപ്പി തരുന്നുണ്ട്. ഇത് അദ്ദേഹം ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന് പറയുന്ന ദുബായ് ആസ്ഥാനമായ കമ്പനിയുടെ സെയിൽസ് മാനേജറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാർഡാണ്. മുസ്ലിം ലീഗിനെതിരെ, യൂത്ത് ലീഗിനെതിരെ, പി.കെ. ഫിറോസിനെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കെ.ടി. ജലീൽ. വിടാതെ ആരോപണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലും ഇതിൻ്റെ മറുപടി എന്ത് എന്നുള്ളത് മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നില്ല. ഫിറോസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നില്ല. ഇന്ന് പി.കെ. ഫിറോസ് ഒരു വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനം നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ആരോപണങ്ങൾക്കെല്ലാം തന്നെ മറുപടി ഉണ്ടായേക്കും എന്നുള്ളതാണ്. നേരത്തെ തന്നെ ജലീലിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. അതായത് പി.കെ. ഫിറോസ് എന്നത് വലിയ രാഷ്ട്രീയ നേതാവായി തുടരുമ്പോഴും അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് എന്ത് എന്നുള്ളതാണ്. സജീവമായി കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനിയിലെ ഉയർന്ന ജീവനക്കാരൻ എന്ന നിലയിലടക്കം സേവനമനുഷ്ഠിക്കാൻ എങ്ങനെ സാധിക്കുന്നു, അതിന് ഇത്രയധികം ശമ്പളം എങ്ങനെ ലഭിക്കുന്നു, റിവേഴ്സ് ഹവാല ഇടപാടുകൾ നടത്തുന്നുണ്ടോ ഫിറോസ് എന്നുള്ളതാണ്. പി.കെ. ഫിറോസിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെയാണ് ഉന്നയിക്കുന്നത്. CB അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, എല്ലാ രീതിയിലുമുള്ള ആരോപണങ്ങൾ, എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വന്നുകൊണ്ടുള്ള ആരോപണങ്ങളാണ് കെ.ടി. ജലീൽ നടത്തുന്നത്. അതിൽ മാധ്യമപ്രവർത്തകരുമായി മാധ്യമ വാർത്താ സമ്മേളനത്തിലൂടെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട്, ചില ചിത്രങ്ങളും വിവരങ്ങളും അടക്കം പുറത്തുവിടുന്നുണ്ട്, കമ്പനികളുടെ പേരുകളടക്കം പറഞ്ഞുകൊണ്ടാണ് കെ.ടി. ജലീൽ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും ഇത് സ്ഥായിയായി നിഷേധിക്കാൻ പി.കെ. ഫിറോസ് തയ്യാറായിട്ടില്ല.
ഫിറോസിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നുമില്ല. അതെന്തുകൊണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഇതിനെല്ലാം ഒരു മറുപടി ഫിറോസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാമോ അനുമോദം? അഭിലാഷ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഫിറോസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഫിറോസ് തന്നെ മറുപടി പറയട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ച തരത്തിലാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രതികരിക്കാൻ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തയ്യാറായിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി KT ജലീൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രേഖകൾ ഹാജരാക്കി അല്ലെങ്കിൽ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തിച്ച് ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കുവാൻ എങ്ങനെ ഇതിനെ ഖണ്ഡിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണ നേതാക്കൾക്കില്ല. മാത്രമല്ല, PK ഫിറോസ് പോലും ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ബിസിനസ്സിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയത്തിൽ ബിസിനസ്സില്ല എന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിനപ്പുറം ഈ ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് കാണിക്കുന്ന തരത്തിലേക്കുള്ള ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ജലീൽ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ അത് തെളിവ് സഹിതം ഹാജരാക്കിയിട്ടുള്ള ഈ ആരോപണങ്ങളിൽ എങ്ങനെ ഒരു വിശദീകരണം നൽകുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജലീൽ ഉന്നയിച്ചതിൽ വ്യക്തിപരമാണ് ഫിറോസിനെതിരെയുള്ളതെന്ന് പറഞ്ഞ് ഒഴിയാൻ ഒരു പക്ഷേ യൂത്ത് ലീഗിന് സാധിക്കണമെന്നില്ല. കാരണം യൂത്ത് ലീഗ് അഭിമാനപൂർവ്വം കൊണ്ടു നടന്ന പല പദ്ധതികളുടെയും ഗുണഭോക്താക്കൾ അത് മറ്റു പലരുമാണ് എന്ന തരത്തിൽ തന്നെയാണ് ജലീലിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതിലൊന്നാമതായി ദൗത്യ ചാലഞ്ചിന്റെ വരവ് ചെലവ് എത്രയാണെന്ന് ബോധ്യപ്പെടുത്തണമെന്നൊരു ആക്ഷേപം ഉന്നയിക്കുന്നു. ഈ ദൗത്യ ചാലഞ്ച് വഴി സമാഹരിച്ച പണത്തിൽ ഭൂരിഭാഗവും എവിടേക്ക് പോയി എന്നറിയില്ല എന്നൊരാക്ഷേപം. കത്വ ഉന്നാവോ ഫണ്ട് അതിന്റെ എത്ര രൂപ ലഭിച്ചു, എത്ര രൂപ കൊടുത്തു എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്ന ആരോപണം. ഇങ്ങനെയൊക്കെ ഈ തരത്തിൽ പലതരത്തിലുള്ള ധനസമാഹരണം നടത്തി ഈ ഫണ്ടെല്ലാം തന്നെ വിദേശത്ത് ഉള്ള കമ്പനിയിൽ അതൊരു റിവേഴ്സ് ഹവാല പണമായി ഫണ്ടായിട്ട് ഇതിനെ മാറ്റുന്നു എന്ന ഒരു വലിയ ആരോപണമാണ് ജലീൽ കഴിഞ്ഞ ദിവസവും ഉന്നയിച്ചത്. അതായത് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന കമ്പനിയിലെ സെയിൽസ് മാനേജറായി ഫിറോസ് മാസം 5 ലക്ഷം രൂപയിലധികം ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. പക്ഷേ ആ കമ്പനിയിൽ ആകെ 3 പേർ മാത്രമാണ് ജീവനക്കാരായിട്ടുള്ളതെന്ന് കാണിക്കുന്ന രേഖകളും ജലീൽ ഹാജരാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ 2021 മത്സരിക്കുന്ന സമയത്ത് തനിക്ക് 48 ലക്ഷം രൂപയോളം 25 ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ടെന്ന് അദ്ദേഹം സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ശമ്പളക്കാരനായി മാറിയത് എങ്ങനെയെന്ന് കണ്ടെത്തണമെന്ന കാര്യവും ജലീൽ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കടലാസ് കമ്പനി എന്ന തരത്തിൽ ജലീൽ പറയുന്ന ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLCയുടെ മുൻപത്തെ ജോലിക്കാരനായിരുന്നു അദ്ദേഹം എന്ന് കാണിക്കുന്നു. 2021 അദ്ദേഹത്തിന് അവിടെ ജോലി ഉണ്ടായിരുന്നു. അവിടുത്തെ വിസ എടുക്കുന്നത് 2024 മുൻപ് തന്നെ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ ഫിറോസ് വിശദീകരണം നൽകേണ്ടതായിട്ടുള്ള ആരോപണങ്ങൾ രേഖാസഹിതമാണ് ജലീൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഭിഭാഷകനായി എൻറോൾ ചെയ്ത ഫിറോസ് എങ്ങനെയാണ് മറ്റൊരു കമ്പനിയുടെ ശമ്പളക്കാരനായി ജോലി ചെയ്യുന്നത്? ഇത് ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ PK ഫിറോസ് ബിനാമി പേരുകളിൽ യമ്മി ഫ്രൈഡ് ചിക്കൻ എന്ന ഒരു കമ്പനി, ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖല തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ ഈ ബ്ലൂഫിൻ എന്ന പേരിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെയും അദ്ദേഹം തുടങ്ങിയതായിട്ടുള്ള രേഖകളും അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ PK ഫിറോസിൻ്റെ പല തരത്തിലുള്ള ബിസിനസ്സുകളിൽ അദ്ദേഹത്തിന് എങ്ങനെ വരുമാനം ലഭിച്ചത് തുടങ്ങുവാൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയം തോന്നാവുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് KT ജലീൽ ഉന്നയിച്ചിരിക്കുന്നത്. KT ജലീൽ ഉന്നയിച്ച ഇക്കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി ആരും നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നേതാക്കളൊന്നും തന്നെ ഇതിൽ പൂർണ്ണമായ ഒരു വ്യക്തതയുള്ള മറുപടി ഇതുവരേക്കും നൽകിയിട്ടില്ല. PK ഫിറോസ് ആകട്ടെ രാഷ്ട്രീയമായിട്ട് ചില അവിടെയും ഇവിടെയും തൊടാത്ത തരത്തിലുള്ള മറുപടി മാത്രമാണ് ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ യൂത്ത് ലീഗിനുള്ളിലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് ജലീലിന്റെ ഈ ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ ഉയരുമ്പോൾ അതിനെ അക്കമിട്ട് തന്നെ പ്രതിരോധിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ അതിന് കഴിയാത്ത രീതിയിലുള്ള
ഒരു സമീപനമാണ് ഫിറോസിന്റെ ഭാഗത്തുണ്ടായതെന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും ഇതിൽ ഇന്ന് ഫിറോസ് വിശദീകരണം നൽകുക എന്നുള്ളതാണ്. തന്റെ വിദേശത്തുള്ള ജോലി അദ്ദേഹം എന്ത് വിശദീകരണം നൽകും? മുൻപ് തനിക്ക് വിസ അവിടെ ഉണ്ടായിരുന്നോ? താൻ അവിടുത്തെ ജീവനക്കാരനായിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുമോ? 2021 സത്യവാങ്മൂലം നൽകിയപ്പോൾ ഇത് മറച്ചുവെച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും. അതുപോലെ തന്നെ ഫണ്ട് ഈ ഗൾഫിലുള്ള ഈ ഫോർച്യൂൺ എന്ന കമ്പനിയുടെ 3 ജീവനക്കാർ മാത്രമുള്ള കമ്പനിയുടെ പ്രവർത്തനം എന്താണെന്ന് വിശദീകരിക്കേണ്ടതായിട്ട് വരും. അതായത് പ്രധാനമായിട്ടും യൂത്ത് ലീഗും മറ്റ് MSFന്റെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സമാഹരിക്കുന്ന ഫണ്ട് വിദേശത്ത് കൊണ്ടുപോയി ഈ കമ്പനിയുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ കമ്പനിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന ശമ്പളം എന്ന് കാണിക്കുന്ന റിവേഴ്സ് ഹവാല എന്ന തരത്തിൽ ഇവിടെ ഇടപാട് നടക്കുന്നുവെന്നാണ് ജലീൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇതിൽ എന്ത് വിശദീകരണമായിരിക്കും ഫിറോസ് നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിറോസിന്റെ മാത്രമല്ല യൂത്ത് ലീഗിന്റെ നേതാക്കൾക്കൊക്കെ തന്നെ അതിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കണമെന്നൊരാവശ്യവും ഉയരുന്നുണ്ട്. എന്തിനാണെങ്കിലും ഫിറോസ് ഇതിൽ ഏതെല്ലാം കാര്യങ്ങളിൽ ജലീൽ ഉന്നയിച്ചതുപോലെ രേഖാമൂലം ഉന്നയിച്ച കാര്യങ്ങളിൽ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ മറുപടി നൽകുമോ അതോ രാഷ്ട്രീയമായിട്ട് ഇതിനെ പ്രതിരോധിക്കുക മാത്രമാണോ ചെയ്യുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. യെസ്, ഒരു പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളിൽ ഒരു മറുപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. അത് ഫിറോസിന്റെ മറുപടി മാത്രം ആണ് അർഹിക്കുന്നത്. അതിനപ്പുറത്ത് റിവേഴ്സ് ഹവാല പോലെയുള്ള ഇടപാടുകൾ PK ഫിറോസിന് നേരെ ഉന്നയിക്കുമ്പോൾ അതിൽ പാർട്ടിക്കും കൃത്യമായൊരു മറുപടി നൽകേണ്ടതില്ലേ എന്ന സംശയവും ഉയരുന്നുണ്ട്.